ഗായ്സ്, ഞാൻ ജഹന ജിജോ. ഞാൻ എവിടേക്കാ അറിയോ പോണേ? ഞാൻ സ്റ്റേറ്റ് യോഗ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാട്ടോ പോണേ. തൃശ്ശൂരിൽ നിന്നാട്ടോ കയറണേ. എൻ്റെ കൂടെ ദേവും കൂടി ഉണ്ട്. ഞങ്ങളാണെങ്കിൽ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. 10 മണിക്കാണ് ഈ ട്രെയിൻ. ഞങ്ങളുടെ എറണാട് എക്സ്പ്രസ് എത്തിക്കഴിഞ്ഞു. AC ചെയർ കാറാട്ടോ. ഞങ്ങൾ ലോങ് ആയിട്ട് ആദ്യമായിട്ടോ പോണേ. ഞങ്ങൾ കയറി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ. പിന്നീടല്ല ഞങ്ങളുടെ കാഴ്ചകളൊക്കെ മഴവെള്ളം കൊണ്ടുപോയി. പിന്നെ വെള്ളം കണ്ടു. പിന്നെ ചേച്ചിമാരുടെ കൂടെ കോമ്പേപ്പർ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കാഴ്ചകൾ മഴവെള്ളം കട്ടുകൊണ്ടുപോയി പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മാറിട്ടോ. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി. കുറച്ചു നേരം കളിക്കുകയുണ്ടായിരുന്നു കേട്ടോ. അവൾ ആദ്യമായിട്ടാണ് ട്രെയിനിലൊക്കെ വരുന്നത്. ഉറക്കത്തിന് എനിക്കിപ്പോൾ കിളി പോയ പോലെ കേട്ടോ അവൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പുഴകളും നദികളൊക്കെ കണ്ടു. ഇതിന്റെ പേരൊന്നും ഞങ്ങൾക്കറിയില്ല കേട്ടോ. നിങ്ങൾക്കും തോന്നണില്ലേ ഇതൊക്കെ നല്ല രസമുണ്ടെന്ന്? മഴയൊക്കെ പെയ്തപ്പോ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അവിടെ വെള്ളം കയറിയിട്ടുണ്ടോ? പുറത്തേക്ക് നോക്കിയിരുന്ന നൈനോനെയും കളിപ്പിച്ച് ഞങ്ങൾ ഒരുവിധം എത്താനായിട്ടോ. ഷൊർണൂർ കഴിഞ്ഞു, മലപ്പുറം കഴിഞ്ഞു, കോഴിക്കോട് കഴിഞ്ഞു, കണ്ണൂർ കഴിഞ്ഞു, അങ്ങനെ കാസർഗോഡ് എത്തിയിട്ടോ. ഇത് ശരിക്കും കാസർഗോഡിൽ തന്നെയുള്ള ചെറുവത്തൂരാണ് കേട്ടോ. ഇത് കുഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ ഹോട്ടലിലേക്കാട്ടോ പോയേ. പിറ്റേ ദിവസം കോമ്പറ്റീഷൻ വന്നപ്പോഴത്തെ തിരക്കാണ് കേട്ടോ ഇത്. ഇവിടെ മൊത്തം 8 സ്റ്റേജായിരുന്നു കേട്ടോ ഉള്ളത്. അതിലത്തെ 8ാമത്തെ സ്റ്റേജാട്ടോ ഞാൻ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൃശ്ശൂരത്തെ എല്ലാ കുട്ടികളും കൂടി വാമപ്പും ഒക്കെ ചെയ്തു കേട്ടോ. പ്രാക്ടീസും ചെയ്തു കേട്ടോ. ഇവിടെ 41 പേരുണ്ടായിരുന്നു. അതിൽ 23ാമത്തെ ആളാട്ടോ ഞാൻ, ജോഹന്ന ജിജോ. കുറേ നേരം കഴിഞ്ഞ് വൈകുന്നേരം 6 മണി ആയപ്പോഴാട്ടോ ഞങ്ങൾക്ക് ചെസ് നമ്പർ കിട്ടിയേ. ഇതിൽ 172 ആട്ടോ എൻ്റെ ചെസ് നമ്പർ ഇട്ടാ. കൂടുതലുള്ളത് ദൈവമാണ്. അങ്ങനെ ഞാൻ എൻ്റെ യോഗ സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ. ഇതിൽ മൊത്തം 10 ആസനകളാണല്ലേ. വന്ദനം കഴിഞ്ഞിട്ട് ആദ്യത്തെ വൃക്ഷാസന ആട്ടോ. രണ്ടാമത്തത് പദഹസ്താസന, മൂന്നാമത്തത് ഉഷ്ട്രാസന, നാലാമത്തത് ശശാങ്കാസനയായിരുന്നു. 5ാമത്തത് അകുർണധർണാസന. ഇവർ ഈ നടന്നു നോക്കുന്നത് എൻ്റെ കാലെവിടെയാണ്, എൻ്റെ കൈ എവിടെയാണെന്നൊക്കെ ആട്ടോ. എൻ്റെ നോട്ടം പുറമൊക്കെ സ്ട്രെയിറ്റ് ആവണം കേട്ടോ. എന്നിട്ട് മാർക്ക് ഇടാണ് കേട്ടോ അവർ. അടുത്തത് 6ാമത്തെ ഗർഭാസനയായിരുന്നു കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ടഫ്. പക്ഷെ വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തു. 7ാമത്തത് ഏകപാദ സിക്കന്ദാസന, 8 ചക്രാസന, 9 സർവങ്കാസനയായിരുന്നു. 10ാമത്തെ ധരുണാസന. അപ്പത്തിനും ജഡ്ജസ് ക്ഷീണിച്ചു പോയിട്ടാ. പിറ്റേ ദിവസം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. കാസർഗോഡ് കറങ്ങാനൊന്നും പറ്റിയില്ല. 800 തിരികെ വണ്ടി കയറിയത്. ഞങ്ങൾക്ക് കുറേ നേരം കഴിഞ്ഞിട്ടാ ട്രെയിൻ വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു. റെയിൽവേ സ്റ്റേഷനിലും ഞങ്ങൾ കളിക്കായിരുന്നു. ഈ കുപ്പി ദേവുവിന് ഇടാൻ പറ്റി, ജൂക്കിക്ക് ഇടാൻ പറ്റി, എനിക്ക് മാത്രം ഇടാൻ പറ്റിയില്ല. സാമ്പാർ വന്നു, തോരൻ വന്നു, അവിയൽ വന്നു എന്ന് പറയണ പോലെ ഞങ്ങളുടെ ട്രെയിൻ വെച്ച് ബാക്കി എല്ലാ ട്രെയിനും വന്നു. കുറേ നേരം കാത്തിരുന്നിട്ട് ഞങ്ങളുടെ ട്രെയിനും വരാണ് ഗായ്സ്. വന്നത് ഞാൻ ഓടിക്കേറി. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. സീറ്റിൽ സെറ്റായി കാഴ്ചകളൊക്കെ കാണാമെന്ന് വെച്ചപ്പോൾ രാത്രി ആയതുകൊണ്ടൊന്നും കാണുന്നില്ല.
ഈ പാലം നദിയും വരുമ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. ഫെറോക്ക് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാട്ടോ ഈ പാലം നദി വരുന്നേ. രാവിലത്തേനും ഭംഗി രാത്രിയാട്ടോ, നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് കണ്ടില്ലേ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ രാത്രിയത്തെ? അത് കഴിഞ്ഞ് വയ്യാണ്ടായി ഞങ്ങൾക്ക് എടുപ്പായിട്ടോ. ജൂക്ക് അപ്പോഴും കളിക്കായിരുന്നു. അങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനും എത്തി. ഞങ്ങളെ വല്യപ്പാപ്പനാട്ടോ കൊണ്ടുവന്നേ. ഇത്രയുള്ളൂ ഞങ്ങളുടെ കാസർഗോഡ് വിശേഷങ്ങൾ. ബൈ.